Hi friends, welcome to my YouTube channel HMEDIA. ഈ വീഡിയോയിലൂടെ 3ds Maxൽ ഡിഫറെന്റ് ക്യാമറകൾക്കായി ഡിഫറെന്റ് റെസൊല്യൂഷൻസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഇന്റീരിയർ ആർക്കിടെക്ചർ വിഷ്വലൈസേഷനുകളിൽ ഓരോ സീനിലും ഒരുപാട് ക്യാമറ വ്യൂസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളതാണ്. 3ds Maxലെ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ, കൊറോണ ഫിസിക്കൽ തുടങ്ങിയ ക്യാമറകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ വ്യൂസ് റെൻഡർ ചെയ്യുമ്പോഴും മാനുവലായി ആ വ്യൂസിന്റെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഈ പ്രോബ്ലം ഫിക്സ് ചെയ്യുന്നതിനാവശ്യമായ ഒരു ഇമ്പോർട്ടന്റ് ഫ്രീ ടൂളാണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോ ക്യാമറ വ്യൂസിലും ഡിഫറെന്റ് ക്യാമറ റെസൊല്യൂഷൻസ് എങ്ങനെ സെറ്റ് ചെയ്യാം, ഈ ടൂൾ യൂസ് ചെയ്ത് ക്യാമറ വർക്ക് ഫ്ലോ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, 3ds Max യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇന്റീരിയർ എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ പേഴ്സണൽ ട്രെയിനിങ്ങും HMEDIAയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീറേ, കൊറോണ തുടങ്ങിയ റെൻഡർ എഞ്ചിനുകളിൽ, സ്റ്റാൻഡേർഡ് ഫിസിക്കൽ, കൊറോണ ഫിസിക്കൽ തുടങ്ങിയ ക്യാമറകളിൽ ഈ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഒരു ടൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി വീറേ 7ൽ ക്രിയേറ്റ് ചെയ്ത ഒരു സീനാണ് യൂസ് ചെയ്യുന്നത്. സാധാരണയായി ഓരോ ക്യാമറ വ്യൂസും റെൻഡർ ചെയ്യുന്നതിനായി റെൻഡർ സെറ്റപ്പിൽ ഔട്ട്പുട്ട് സൈസിലാണ് ക്യാമറ റെസൊല്യൂഷൻസ് നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത്. ഇതുപോലെ ഒരു റെസൊല്യൂഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്യാമറ വ്യൂസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതേ റെസൊല്യൂഷനിൽ തന്നെയാണ് നമ്മൾ വ്യൂസ് ഇവിടെ ലഭിക്കുന്നത്. ഓരോ വ്യൂസിന്റെയും റിക്വയർമെന്റ് അനുസരിച്ച് ആ വ്യൂസിന്റെ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി റെൻഡർ സെറ്റപ്പിൽ മാനുവലായി റെസൊല്യൂഷൻസ് ചേഞ്ച് ചെയ്യാറുള്ളതാണ്. ഈ റെൻഡർ സെറ്റപ്പിൽ മാനുവലായി ഇതുപോലെ ഔട്ട്പുട്ട് സൈസ് സെറ്റ് ചെയ്യുന്നതിന് പകരം ആവശ്യമുള്ള ക്യാമറ വ്യൂ നമ്മൾ സെലക്ട് ചെയ്ത് ആ ക്യാമറ വ്യൂയിലെ ക്യാമറ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ സെലക്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ ഒരു ക്യാമറ വ്യൂ ഇവിടെ സെലക്ട് ചെയ്തതായി കാണാവുന്നതാണ്. ഇനി മോഡിഫയർ ലിസ്റ്റിൽ നിന്നും ക്യാമറ റെസൊല്യൂഷൻ മോഡ് എന്ന മോഡിഫയർ ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഈ ഒരു മോഡിഫയർ നമ്മൾ ഈ ഒരു ക്യാമറയിലേക്ക് ഇതുപോലെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇതിന്റെ പാരാമീറ്ററിൽ വിഡ്ത്ത്, ഹൈറ്റ്, ആസ്പെക്ട് റേഷ്യോ തുടങ്ങിയവ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ക്യാമറ വ്യൂ ഏത് റെസൊല്യൂഷനിലാണ് നമുക്ക് റെൻഡർ ചെയ്യേണ്ടതെങ്കിൽ ആ റെസൊല്യൂഷൻ നമുക്ക് ഇവിടെ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വിഡ്ത്തിൽ 1000, അതുപോലെ ഹൈറ്റ് 1000 എന്ന് ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. റെൻഡർ റെസൊല്യൂഷൻ ഇതുപോലെ ഇവിടെ ചേഞ്ച് ആയതായി കാണാവുന്നതാണ്. വ്യൂ പോർട്ടിൽ ഈ ഒരു ചേഞ്ചസ് നമുക്ക് ഇതുപോലെ കാണുന്നതിനായി സേഫ് ഫ്രെയിം ഓൺ ചെയ്യേണ്ടതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഓരോ വ്യൂസിന്റെയും റെൻഡർ റെസൊല്യൂഷൻസ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റിൽ വാല്യൂസ് ആഡ് ചെയ്തുകൊണ്ടോ ഇതുപോലെ ആസ്പെക്ട് റേഷ്യോസ് സെറ്റ് ചെയ്തുകൊണ്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന റെസൊല്യൂഷൻ ഡബിളായി സെറ്റ് ചെയ്യണമെങ്കിൽ X2 എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ആഡ് ചെയ്ത വിഡ്ത്ത്, ഹൈറ്റ് ഡബിളായി മാറിയിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത റെസൊല്യൂഷന്റെ നേർപകുതിയാക്കി മാറ്റുവാനും സാധിക്കുന്നതാണ്. അടുത്തതായി ക്യാമറ ട്രാൻസ്ഫോം എന്ന ഈ ഒരു ലോക്ക് ഇവിടെ കാണാവുന്നതാണ്. പലപ്പോഴും ആക്സിഡന്റലായി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറ വ്യൂസ് മൂവ് ആവുകയും നമ്മൾ സെറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയി നമ്മളുടെ ക്യാമറ വ്യൂ മാറുന്നതുമാണ്. ഇതുപോലുള്ള ഇഷ്യൂസ് ഫിക്സ് ചെയ്യുന്നതിനായി ട്രാൻസ്ഫോം ലോക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് സെലക്ട് ചെയ്യുന്നതിലൂടെ ക്യാമറ വ്യൂസ് ആക്സിഡന്റലായി മൂവ് ആകുന്നത് നമുക്ക് തടയാവുന്നതാണ്. അടുത്തതായി മൂവ് ടൈം സ്ലൈഡർ എന്ന ഈ ഒരു ഓപ്ഷനാണ്. കസ്റ്റമായി ഫ്രെയിം സെറ്റ് ചെയ്ത് ക്യാമറ വ്യൂസിനെ റെൻഡർ ചെയ്യുന്നതിനായി ഈ ഓപ്ഷനിലൂടെ സാധിക്കുന്നതാണ്. ഇനി ഇതുപോലെ ഒരു ക്യാമറയിലേക്ക് ക്യാമറ റെസൊല്യൂഷൻ മോഡ് എന്ന ഈ ഒരു മോഡിഫയർ ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള റെസൊല്യൂഷൻസ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഈ മോഡിഫയറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ക്യാമറ വ്യൂസിൽ നമുക്ക് ആവശ്യമുള്ള ക്യാമറാസിനെ സെലക്ട് ചെയ്ത്
മോഡിഫയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ക്യാമറ റെസൊല്യൂഷൻ മോഡ് എന്ന ഈ ഒരു മോഡിഫയർ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ നിന്നും ഇതിൻ്റെ റെസൊല്യൂഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ സിമ്പിളായി ഓരോ ക്യാമറാസിലേക്കും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഡിഫറെൻറ്റ് റെസൊല്യൂഷൻസ് സെറ്റ് ചെയ്യാവുന്നതാണ്. മാനുവലായി ഓരോ ക്യാമറ വ്യൂസും റെസൊല്യൂഷൻസ് റെൻഡർ സെറ്റപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരം വളരെ ക്വിക്കായി ഈ ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിൻ്റെ റെസൊല്യൂഷൻസ് ഇതുപോലെ വളരെ സിമ്പിളായി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ കാണുന്ന വ്യൂസിലേക്കെല്ലാം ക്യാമറ റെസൊല്യൂഷൻ മോഡ് എന്ന ഈ ഒരു മോഡിഫയർ നമ്മൾ ആഡ് ചെയ്ത് ഓരോ ക്യാമറ വ്യൂസിൻ്റെയും റെസൊല്യൂഷൻസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഇൻറ്റീരിയർ ആർക്കിടെക്ചർ സീനുകളിൽ ഓരോ ക്യാമറ വ്യൂസിനെയും ഡിഫറെൻറ്റ് ക്യാമറ റെസൊല്യൂഷൻ സെറ്റ് ചെയ്ത് റെൻഡർ ചെയ്യുന്നതിനും ട്രാൻസ്ഫോം ലോക്ക് യൂസ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത ഓരോ ക്യാമറ വ്യൂസും ആക്സിഡൻ്റലായി ചേഞ്ച് ആവുന്നത് തടയാവുന്നതുമാണ്. ക്യാമറ റെസൊല്യൂഷൻ മോഡ് എന്ന ഈ ഒരു ടൂളിൻ്റെ ലിങ്ക് HMEDIAയുടെ വാട്സപ്പ് ചാനലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി സ്ക്രിപ്റ്റിംഗിൽ റൺ സ്ക്രിപ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു ടൂൾ സെലക്ട് ചെയ്ത് ഓപ്പൺ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി 3D സീനുകളിൽ റെസൊല്യൂഷൻസ് ഓരോ ക്യാമറകളിലേക്കും ഇൻഡിവിജ്വലായി സെറ്റ് ചെയ്യുന്നതിനായി ക്യാമറ റെസൊല്യൂഷൻ മോഡ് എന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.